കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് BNS 69 എന്ന് പറയുന്ന ഒരു വകുപ്പിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി പഠിച്ചിരിക്കേണ്ട ഒരു വകുപ്പാണ്. കാമുകന്മാരാണെന്നുണ്ടെങ്കിലും ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിലും ജോലി സ്ഥലത്തെ മേലുദ്യോഗസ്ഥന്മാരാണെന്നുണ്ടെങ്കിലും ചുരുക്കി പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ആണുങ്ങളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് 69. ഈ 69നെ പറ്റിയിട്ട് സർക്കാർ പറഞ്ഞിട്ടുള്ള സെൻറ്റൻസ് ഇങ്ങനെയാണ്. അതായത് വ്യക്തിത്വവും വസ്തുതകളും മറച്ചുവെച്ച് നടത്തുന്ന വിവാഹങ്ങളും പ്രണയബന്ധങ്ങളും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് സെക്ഷൻ 69 കൊണ്ടുവന്നിട്ടുള്ളത്. പലപ്പോഴും കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, അസുഖങ്ങൾ എന്നിവ നമ്മൾ മറച്ചു വയ്ക്കാറുണ്ട്. ജോലി കാര്യങ്ങളിലാണെങ്കിലും ഇതുപോലെ പ്രൊമോഷൻ തരാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല സ്ഥലങ്ങളിലും സാധുക്കളായിട്ടുള്ള സ്ത്രീകളെ മേലുദ്യോഗസ്ഥന്മാർ ദുരുപയോഗം ചെയ്യാറൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെതിരെ ഉപയോഗിക്കാൻ പറ്റാവുന്ന അങ്ങനെ ഒരു സദുദ്ദേശത്തോടു കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമമാണ് 69 എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്കൊന്ന് പോവാം. അല്ലെ, വഞ്ചനാപരമായ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഈ ലൈംഗിക ബന്ധങ്ങളെ കുറിച്ചിട്ടാണ് BNS 69 പറയുന്നത്. ഫസ്റ്റ് പോയിന്റ്. ഇനി രണ്ടാമത്തെ പോയിന്റ് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഡിഫൈൻ ചെയ്യാണ്, നിർവചിക്കുകയാണ്. വഞ്ചനാപരമായ മാർഗത്തിലൂടെയോ അത് നിറവേറ്റാൻ ഉദ്ദേശിക്കാതെ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തോ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, ബലാത്സംഗ കുറ്റത്തിന് തുല്യമല്ലാത്ത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ശിക്ഷിക്കപ്പെടും എന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ്, 10 വർഷം വരെ നീട്ടിയേക്കാവുന്ന കാലയളവ് പിഴയ്ക്കും വിധേയമായിരിക്കും ഇത് എന്ന് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പോയിന്റ് ഇതാണ്. നേരത്തെ നമ്മൾ വഞ്ചനാപരമായ മാർഗങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് നോക്കാം. വഞ്ചനാപരമായ മാർഗങ്ങൾ എന്നതിൽ തൊഴിൽ അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം, ഐഡൻറ്റിറ്റി. ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ വാക്ക് കുറച്ച് അപകടം പിടിച്ച വാക്കാണ്. നമ്മൾ നമ്മുടെ വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ടുള്ള പരിപാടികളില്ലേ, അതാണ് ഐഡൻറ്റിറ്റി. ഐഡൻറ്റിറ്റി അടിച്ചമർത്തലിന് ശേഷം പ്രേരണ അല്ലെങ്കിൽ വിവാഹം എന്നിവയിലൂടെ തെറ്റായ വാഗ്ദാനവും ഉൾപ്പെടുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ കുറച്ച് ഇൻ്റർപ്രട്ടേഷൻസ് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ്, ഇത് വിവാഹത്തിൻ്റെ പേരിൽ ലൈംഗികതയെ കുറ്റകരമായി മാറ്റാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു ബന്ധം വിജയിച്ചില്ലെങ്കിൽ പുരുഷന്മാർ ഉപദ്രവിക്കപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നിയമം ഉപയോഗിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, പണി കൊടുക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അടുത്ത പോയിന്റ് ഇതാണ്. ഉഭയസമ്മതപ്രകാരം നടത്തിയ ലൈംഗിക ബന്ധമാണെങ്കിലും സ്ത്രീകൾ പരാതിപ്പെട്ടാൽ 10 വർഷം വരെ തടവ് ലഭിക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതായത് ചെയ്യുന്ന സമയത്ത് രണ്ടാളും ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്നു, പക്ഷെ അതിന് ശേഷം എന്ത് പറയാം, എന്നെ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ പെടും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പ്രണയബന്ധങ്ങൾ തകരുമ്പോൾ നിയമത്തെ ദുരുപയോഗം ചെയ്ത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ്, വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് അത് പാലിക്കാനുള്ള ഉദ്ദേശമില്ലാതെ സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ, മനസ്സിലായത്. അടുത്ത പോയിന്റ് നോക്കുക. തെറ്റായ വാഗ്ദാനം നൽകിയാണ് ലൈംഗിക ബന്ധം നടത്തിയതെന്ന് പറയാം. നെക്സ്റ്റ് പോയിന്റ്, പ്രണയബന്ധം വിവാഹത്തിൽ എത്തിയില്ലെങ്കിൽ പുരുഷന്മാർ ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കല്യാണം ഉറപ്പിക്കുന്നു, റിങ്ങെല്ലാം മാറുന്നു, പിന്നീടാണ് ഫോൺ വിളിക്കുന്നത്. അപ്പോഴാണ് പെണ്ണിൻ്റെ സ്വഭാവം ചെക്കൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നത്, പിന്മാറാൻ തയ്യാറാകുന്നു, മാറിയാൽ പെടുമെന്നാണ് പറയുന്നത്. ഇനി ഇത് ബ്രേക്കപ്പുകളെ നിയമവിരുദ്ധമാക്കുവാനായിട്ടുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എൻ്റെ പടച്ചോനെ. ഇനി ഒരു പോയിന്റും കൂടി ഉണ്ട്. മിശ്ര വിവാഹത്തിൽ പുരുഷൻ തൻ്റെ വ്യക്തിത്വം മറച്ചു വെച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉയരുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ ക്രിമിനൽ കേസുകളൊക്കെ ആയതുകൊണ്ട് വ്യക്തമായിട്ടുള്ള എവിഡൻസ് വേണം എന്നുള്ളതിൽ പ്രത്യേകം മനസ്സിലാക്കുക.
അപ്പോൾ ഇങ്ങനെ പരാതിപ്പെടാം എന്നാണ് ഇതിൻ്റെ കാര്യം പറയുന്നുള്ളൂ. പക്ഷെ ക്ലിയർ കട്ടായിട്ടുള്ള എവിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ കേസ് നിൽക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. 498 കേസ് നമുക്കറിയാമല്ലോ, വലിയ സംഭവിക്കുകയാണ്. പക്ഷെ തെളിവില്ലാതെ കേസ് കൊടുത്തു കഴിഞ്ഞ് സിമ്പിളായിട്ടത് പൊട്ടിച്ച് പുറത്തിറക്കാനായിട്ട് സാധിക്കും എന്നതുപോലെ തന്നെയാണ് ഇവിടെയും എന്ന് പറയുന്നത്. പക്ഷേ എന്താ പറയുക, ശ്രദ്ധിക്കുക. പ്രേമിക്കാനായിട്ട് പോകുന്ന കാമുകന്മാരാണെങ്കിലും ഭാര്യമാരായിട്ട് തല്ലുണ്ടാക്കാൻ പോകുന്ന ഭർത്താക്കന്മാരാണെങ്കിലും മേലുദ്യോഗസ്ഥന്മാരാണെങ്കിലും മിശ്രവിവാഹത്തിന് പോകുന്നവരാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളൊരു പോയിന്റ്. ഓക്കെ, പക്ഷെ ഇതൊക്കെ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ട് ആർക്കും വലിയ ധാരണയൊന്നും ആയിട്ടില്ല. BNS പ്രകാരം എങ്ങനെയാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാന്നുള്ളത് ഒരു കേസ് വന്ന് പഠിച്ചതിന് ശേഷം മാത്രമൊക്കെയാണ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും വരും വീഡിയോസിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഓക്കെ, സോ ഈ ഒരു ഇൻഫോർമേഷൻ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. കൂടാതെ മെമ്പർഷിപ്പ് വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ബട്ടൺ പ്രസ് ചെയ്ത് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.